ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി മേളിലോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കാണുമ്പോൾ ഒരു വളവ്, താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇറക്കം. അപ്പോൾ ഇങ്ങോട്ട് പോയിക്കാലാണ് നമ്മുടെ വീഡിയോ എടുക്കാൻ പോകുന്ന സ്പോട്ട്. നമ്മൾ സ്ഥിരം വീഡിയോ എടുക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയി പിന്നെ ആ കാട്ടിനകത്തോട്ട് ഒരു ഇടവഴിയുണ്ട്. അപ്പോൾ അതുവഴി പോകുമ്പോഴാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ പേരെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതേപോലെ ലാസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം ഒരു 3-4 വർഷം കൊറോണയ്ക്ക് മുന്നേ, ഫസ്റ്റ് കൊറോണ ആ ടൈമിലെങ്ങാണ്ടായിരുന്നു. ഇതിന് നേരെ മേളിലായിട്ട് ഒരാളെ ചത്ത് മരിച്ച് ഉണങ്ങിയ ശരീരം, അതായത് മമ്മിയുടെ ഒക്കെ പോലെ ആണുങ്ങളുടെ ശരീരമാണ്. ഞാൻ വന്നില്ല കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ചേട്ടന്മാരും പിന്നെ വീട്ടിൽ വല്യച്ഛനൊക്കെ വന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയോട് ബോഡിയിൽ നിന്ന് മാറി ഏകദേശം കുറേ ദൂരത്തായിട്ട് ചെറിയൊരു ഫോണും കിടപ്പുണ്ടായിരുന്നു. സിമ്മില്ലായിരുന്നു, ബാറ്ററിയും ഫോണും എല്ലാം കൂടെ തെറിച്ച് കിടക്കുമായിരുന്നു. പിന്നെ ഇതിനു മുമ്പ് ഇവിടെ പല തൂങ്ങി മരണങ്ങൾ, പല സംഭവങ്ങൾ, ആൾക്കാരെ കൊന്നുകൊണ്ട് പായയിലിങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ എല്ലാവരും വന്ന് കണ്ടിട്ടും എടുത്തിട്ടും ഉണ്ട്. പക്ഷേ അത് വീഡിയോസുകളിലായാലും മീഡിയസ് ആയാലും ഇത് നമ്മൾ ഉള്ളിലോട്ടുള്ള സ്ഥലമായതുകൊണ്ട് അങ്ങനെ അറിഞ്ഞിട്ടില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്ന സ്പോട്ടിലെ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് തോന്നി. അങ്ങനെ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ നാട്ടിൻ്റെ പ്രത്യേകത. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതുവഴിയാണ് ഞാൻ ഒറ്റയ്ക്ക് വരുന്നതും പോകുന്നതും, ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നതും. അപ്പം നമ്മുടെ മൈൻഡെന്ന് പറഞ്ഞാൽ ഇത് പേടിയുണ്ട്, പക്ഷേ എങ്കിൽ ആണായതുകൊണ്ടായിരിക്കും അധികം പേടി തോന്നാത്തത്. പക്ഷേ ഒരു 10-17 വയസ്സൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വരെയും നമ്മൾ വെളിയിൽ പെടുക്കാൻ പോകാൻ തന്നെ അമ്മയെ വിളിച്ചുകൊണ്ട് അല്ലെ അച്ഛനെ കൂടെ മാത്രമേ വെളിയിലോട്ട് ഇറങ്ങത്തുള്ളായിരുന്നു. അത് പിന്നെ 17-18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു വണ്ടിയൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്ക് പേടിയൊക്കെ ഇതുവഴി പോകുന്ന പോലും എനിക്കറിയത്തില്ല. അപ്പം പിന്നെ രാത്രിയിലാണ് പോകുന്നത്. ഞാനിതൊരു 2 മണി 3 മണിക്കൊക്കെ അവിടുന്ന് എറണാകുളത്തൊക്കെ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിക്കാണ് പോകുന്നത്. അപ്പം അവിടുന്ന് ജോലി കഴിഞ്ഞ് രാത്രിയിൽ ഇറങ്ങി ഇതുവഴിയൊക്കെ വരുമ്പോഴത്തേക്ക് 3 മണി 4 മണിയൊക്കെ ആ സ്പോട്ട് സമയങ്ങളിലാണ് നമ്മൾ പോകുന്നത്. വണ്ടി ഉള്ളതുകൊണ്ട് ഭയങ്കര ധൈര്യമാണ്. അതേസമയം ഒറ്റയ്ക്ക് രാത്രി ഇതുവഴി പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പോകത്തില്ല. അതേസമയം കൂട്ടത്തിൽ വണ്ടി ഉണ്ടെങ്കിൽ വേറെ ആരും ഇല്ലെങ്കിലും വേണ്ടിയില്ല, വണ്ടി ഇപ്പം തന്നെ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടിന് ആരുമില്ലയെന്ന് വിചാരിക്കും. പക്ഷേ ഒരാളുണ്ട്, നമ്മളെ കൂടെ വണ്ടിയുണ്ട്. ഇപ്പം വണ്ടി പൾസറിൻ്റെ 190 ആണ്. അപ്പം വണ്ടിയുടെ കൂടെ ആയതുകൊണ്ട് എന്തോ ഒരു ധൈര്യം പോലാണ്. ബാക്കി പേടി കാര്യങ്ങളൊന്നും തോന്നുന്നേ ഇല്ല. പക്ഷേ ഈ സ്പോട്ട് ഭയങ്കര മോശകരമായ ഒരു സ്പോട്ടാണ്. പല ആൾക്കാരും പേടിക്കുകയും പണി പിടിക്കുകയും അങ്ങനെ പൊട്ടന ഭ്രാന്തനൊക്കെ ആവുകയും അങ്ങനെയൊക്കെ ഒരു ദുരൂഹത നിറഞ്ഞ സ്ഥലമാണ് ഇവിടെ, പ്രത്യേകിച്ച് ഈ വളവ്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ആണ് നമ്മൾ ആ സ്ഥിരം വീഡിയോ എടുക്കുന്ന സ്പോട്ട് കേട്ടോ. ഇത് പ്രത്യേകിച്ച് ഒന്നിനകത്തും വന്നിട്ടില്ല. അപ്പം ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കാര്യങ്ങൾ. നമ്മുടെ വീഡിയോ എടുക്കുന്ന സ്പോട്ടിനെ പറ്റി ചെറിയൊരു വീഡിയോ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. മഴക്കാലവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ കൊണ്ട് ഭയങ്കര കാടാണ് കേട്ടോ. ഇപ്പം നല്ല ഉണക്കലായതുകൊണ്ടാണ് ഈ ഇതുപോലെ കാടിനൊക്കെ ഒരു തെളിച്ചം പോലെ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിനോട്ട് ഉൾവശമൊന്നും കാണാനൊന്നും അധികം പറ്റത്തൊന്നുമില്ല. ഉള്ള പോച്ചകളും കാടുകളും എല്ലാം കൂടെ വളർന്ന് പന്തലിച്ച് ഇടയ്ക്ക് വെച്ച് ഇവിടെ ഒരു കാറ്റുണ്ട്, നല്ല അടിപൊളി സുഖമുള്ള കാറ്റാണ് കേട്ടോ. ഇവിടുത്തെ സ്മെല്ലിനൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്മെല്ലിനെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ദുരൂഹത എന്ന് പറഞ്ഞ സ്ഥലമാണെങ്കിലും സ്മെല്ലിനൊരു ബാഡ് സ്മെല്ലൊക്കെ തോന്നുമല്ലോ, അങ്ങനൊന്നുമില്ല. പിന്നെ മറ്റ് പൂക്കളോ അങ്ങനെ പാലച്ചെടിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അത് പൂക്കാത്ത സമയത്തായിരിക്കും ഞാനിപ്പോൾ വന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സ്മെല്ലിന് വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ. വേറെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം. അപ്പോൾ ഗുഡ് ബൈ.